നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പണമില്ലാതെ വിഷമിക്കുകയാണ് കേരളത്തിലെ സർക്കാർ എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒന്നും തന്നെ പണത്തിന് ഒരു ബുദ്ധിമുട്ടില്ല താനും. എന്തൊക്കെ അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിലും വിദേശയാത്രയ്ക്കായാലും ഒക്കെ പണം അനുവദിക്കാറുണ്ട്. ഇപ്പോൾ ലോക കേരള സഭയുടെ പ്രചരണാർത്ഥമാണ് 33.52 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് KN ബാലഗോപാൽ. ലോക കേരള സഭ പ്രചരണത്തിന് ചെലവായ 33.52 ലക്ഷം രൂപ അനുവദിച്ച് KN ബാലഗോപാൽ ഹോർഡിംഗ്സ്, ബോർഡ്, റെയിൽവേ LED, കിയോസ്ക്, എയർപോർട്ട് ടെർമിനൽ എന്നീ പ്രചരണങ്ങൾക്കാണ് 33.52 ലക്ഷം രൂപ ചെലവായത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പണം അനുവദിച്ചത്. ഈ മാസം 23-ന് PRDയിൽ നിന്നും ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ലോക കേരള സഭയ്ക്കായി കോടികളാണ് വിവിധ ഇനങ്ങളിലായി ചെലവഴിക്കുന്നത്. 4-ാം ലോക കേരള സഭയാണ് ഈ വർഷം ജൂണിൽ നടന്നത്. ലോക കേരള സഭയുടെ പ്രചരണത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ 1-ാം വാർഷികത്തിന് ചെലവായ തുകയിൽ നിന്നും ഇനിയും കൊടുക്കാനുള്ള 30.49 ലക്ഷം രൂപയും അനുവദിച്ചു. 2-ാം വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലാ സംഘാടനത്തിന് ചായ കുടിച്ച വകയിൽ 22,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. PR ക്യാമ്പയിൻ ശീർഷകത്തിൽ നിന്നാണ് തുക അനുവദിച്ചിരിക്കുന്നത്. 4.61 കോടിയാണ് ഈ സാമ്പത്തിക വർഷം PR ക്യാമ്പയിനായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ലോക കേരള സഭയും നവകേരള സദസ്സും എല്ലാം തന്നെ PR ക്യാമ്പയിൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോക കേരള സഭ കൊണ്ട് എന്തു ഗുണമാണ് കേരളത്തിനുണ്ടായ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല എന്നറിയാം. മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയ്ക്ക് പോകാൻ മാത്രമാണ് ഇതൊക്കെ ഉപയോഗപ്പെടുക. മന്ത്രിമാർക്കും ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ കുറവല്ല താനും. ഏതായാലും മുഖ്യമന്ത്രിക്ക് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് കാണിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പോസ്റ്ററുകളും ഹോർഡിങ്സുകളും ഒക്കെ അടിക്കാനുള്ള തുകകൾ പല കാര്യങ്ങളിലും പല വേഷത്തിലുമൊക്കെ മാറി മാറി ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാവുകയാണ്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഖജനാവിൽ എത്ര പണമില്ലെങ്കിലും സുഖവാസം തന്നെയാണ്.